വാട്ടർമെലൺ ഒറിജിനൽ, അതായത് യെല്ലോ കളറുള്ള വാട്ടർമെലനാണ് ഇന്ന് ടേസ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. റെഡ് അല്ലേ ഒറിജിനൽ എന്ന ക്വസ്റ്റ്യൻ സ്വാഭാവികമാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ റെഡ് കളേർഡ് വാട്ടർമെലൺ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ യെല്ലോ ആണ് ഒറിജിനൽ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലുണ്ടായിരുന്ന വൈൽഡ് വാട്ടർമെലന് യെല്ലോ ഫ്ലഷ് ആയിരുന്നു. പിന്നീട് നാച്ചുറൽ ജനറ്റിക് വേരിയേഷൻ സംഭവിച്ച് ചില വാട്ടർമെലൻ പ്ലാന്റ്സ് പിങ്ക് ഫ്ലഷും ലൈറ്റ് റെഡ് ഫ്ലഷുമുള്ള വാട്ടർമെലൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രകൃതിയുടെ വികൃതിയിൽ റെഡ് വാട്ടർമെലൻ സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ റെഡ് കളേർഡ് വാട്ടർമെലൻ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. ഇനി ആദ്യമായിട്ട് യെല്ലോ കളേർഡ് വാട്ടർമെലൻ ഞാൻ കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. റെഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഈ ഒരു യെല്ലോ കളേർഡ് വാട്ടർമെലന് റെഡ് കളേർഡ് വാട്ടർമെലൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റ് സിമിലറാണ്. മധുരം ഇച്ചിരി കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും നല്ല മധുരമുള്ള റെഡ് കളേർഡ് വാട്ടർമെലൻ്റെ അത്ര തന്നെ മധുരം ഇതിനുണ്ടെന്ന് പറയാം. ഇതിന് അങ്ങനെ നന്നായിട്ട് പാകമായ വാട്ടർമെലൻ കിട്ടിയോണ്ടാണോ ഇത്ര മധുരമുള്ളതെന്ന് അറിയില്ല. അതോ എല്ലാ യെല്ലോ കളേർഡ് വാട്ടർമെലനും ഇതുപോലെ മധുരം ഉണ്ടാകുമോയെന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും മധുരമുള്ള റെഡ് കളേർഡ് വാട്ടർമെലൻ്റെ സെയിം മധുരം ഇതിനുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്.